ഹലോ, നമ്മൾ ഇന്ന് ഒരു പഴയ കേസ് പൊടി തട്ടിയെടുക്കാൻ പോവാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ദുരൂഹത. നമ്മുടെ ആദ്യത്തെ സിനിമ യഥാർത്ഥത്തിൽ എപ്പോഴാണ് റിലീസായത്? ഇതൊരു തീരാത്ത തർക്കമാണ്. ഒരു സിനിമാറ്റിക് കോൾഡ് കേസെന്ന് തന്നെ നമുക്ക് പറയാം. അതെ, ഇതാണ് നമ്മുടെ മുന്നിലുള്ള ആ വലിയ ചോദ്യം. മലയാള സിനിമ ശരിക്കും തുടങ്ങിയത് എപ്പോഴാണ്? പെട്ടെന്ന് കേൾക്കുമ്പോ ഇതിനെന്താ എത്ര സംശയിക്കാൻ, അതിനൊരു ഉത്തരമല്ലേ ഉള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷെ അങ്ങനെയല്ല. ചരിത്രത്തിന് ചിലപ്പോൾ ഒന്നല്ല രണ്ടുത്തരങ്ങളുണ്ടാകും. ശരിയാണ്. പതിറ്റാണ്ടുകളോളം നമുക്ക് എല്ലാവർക്കും ഒരൊറ്റ ഉത്തരം മാത്രമേ അറിയാമായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് മറ്റൊന്നുകൂടി പൊങ്ങി വന്നു. അങ്ങനെ ആദ്യത്തെ മലയാള സിനിമയ്ക്ക് 2 റിലീസ് ഡേറ്റുകളുണ്ടായി. ഇവിടെ നിന്നാണ് നമ്മുടെ ഈ കഥ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആകാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ കഥയുടെ ആദ്യ ഭാഗത്തേക്ക് കടക്കാം. അതായത് നമ്മളെല്ലാവരും ഇത്രയും കാലം വിശ്വസിച്ചു പോന്ന ആ ചരിത്രത്തിലേക്ക്. ഈ ചരിത്രം വെളിച്ചത്ത് കൊണ്ടുവന്നത് ഒരൊറ്റ മനുഷ്യനാണ്, ഒരു പത്രപ്രവർത്തകൻ. നമ്മുടെ കഥയിലെ നായകൻ, അല്ലെങ്കിൽ ഈ ചരിത്രത്തിലെ കേന്ദ്രബിന്ദു, ജെ.സി. ഡാനിയലാണ്. അദ്ദേഹത്തെയാണ് നമ്മൾ മലയാളം സിനിമയുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. കാരണം ആദ്യത്തെ മലയാള സിനിമയായ വിഗതകുമാരൻ നിർമ്മിച്ചതും സംവിധാനം ചെയ്തതുമൊക്കെ അദ്ദേഹമായിരുന്നു. പക്ഷേ ഇതിലെ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്ന കാര്യം പോലും നമ്മൾ വർഷങ്ങളോളം മറന്നുപോയിരുന്നു. മലയാള സിനിമയ്ക്ക് ജന്മം നൽകിയ മനുഷ്യൻ അവസാനം കുടിയ ദാരിദ്ര്യത്തിൽ ആരും അറിയാതെയാണ് 1975 മരിച്ചുപോയത്. ഓർക്കാൻ പോലും ആരുമില്ലാതെ. ഇവിടെയാണ് ചെലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ എന്ന പത്രപ്രവർത്തകന്റെ വരവ്. ജെ.സി. ഡാനിയൽ എന്ന പേര് ചരിത്രത്തിൽ നിന്നും മാഞ്ഞുപോകാതെ കാത്തത് അദ്ദേഹമാണ്. ശരിക്കും ഒരൊറ്റയാൾ പോരാട്ടം തന്നെയായിരുന്നു അത്. കാരണം അക്കാലത്ത് ആളുകൾ വിശ്വസിച്ചിരുന്നത് ആദ്യത്തെ ശബ്ദചിത്രമായ ബാലന്റെ നിർമ്മാതാവ് ടി.ആർ. സുന്ദരമാണ് മലയാള സിനിമയുടെ പിതാവ് എന്നൊക്കെയായിരുന്നു. ആ തെറ്റിദ്ധാരണ തിരുത്തിയത് ചെലങ്ങാട്ടാണ്. ഇതൊരു ചെറിയ പോരാട്ടമായിരുന്നില്ല, പതിറ്റാണ്ടുകൾ നീണ്ടുനിന്നു. 1968 അദ്ദേഹം ഡാനിയലിനെപ്പറ്റി ആദ്യമായി ഒരു ലേഖനം എഴുതുന്നത്. അതിനുശേഷം ഒരുപാട് ലേഖനങ്ങൾ എഴുതി. വെറുതെ എഴുതിയതല്ല, ജെ.സി. ഡാനിയലിനെ നേരിട്ട് കണ്ട് സംസാരിച്ച് വിവരങ്ങൾ ശേഖരിച്ചാണ് അദ്ദേഹം ഓരോന്നും എഴുതിയത്. ആ അഭിമുഖങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിന് ആ നിർണായക തീയതി കിട്ടിയത്, 1928 നവംബർ 7. അദ്ദേഹത്തിന്റെ നിരന്തരമായ പരിശ്രമം കൊണ്ട് ഒടുവിൽ 1992 സർക്കാർ ഡാനിയലിനെ അംഗീകരിച്ചു, അദ്ദേഹത്തിന്റെ പേരിൽ അവാർഡ് വരെ ഏർപ്പെടുത്തി. 2003 ഈ വർഷം ഓർത്തുവെച്ചോളൂ. കാരണം ഇത്രയും കാലം പടുത്തുയർത്തിയ ചരിത്രം ആകെ മാറിമറിയാൻ പോവുകയായിരുന്നു. അപ്പോ ചെലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ കണ്ടെത്തിയ 1928 എന്ന തീയതി വെച്ച് 2003 മലയാള സിനിമയുടെ 75ാം വാർഷികം, അതായത് പ്ലാറ്റിനം ജൂബിലി, ഗംഭീരമായി ആഘോഷിക്കാൻ സർക്കാർ തീരുമാനിച്ചു. എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു. പക്ഷേ ആ ആഘോഷത്തിന് തൊട്ടുമുൻപ് കഥയിലൊരു വൻ ട്വിസ്റ്റ് സംഭവിച്ചു. അതെ, ഇവിടെയാണ് നമ്മുടെ ഈ കോൾഡ് കേസിന്റെ 2ാം ഭാഗം തുടങ്ങുന്നത്. എല്ലാം മാറ്റിമറിച്ച ആ ഒരൊറ്റ കടലാസിന്റെ കഥ. പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു രേഖ പൊങ്ങിവന്നു. അത് വിഗതകുമാരൻ സിനിമയുടെ ഒരു പഴയ പരസ്യ നോട്ടീസായിരുന്നു. ഒരു പ്രാദേശിക ചരിത്രകാരനാണ് അത് കണ്ടെടുത്തത് എന്നായിരുന്നു വാദം. അതിൽ രേഖപ്പെടുത്തിയിരുന്ന റിലീസ് തീയതി എല്ലാവരെയും ഞെട്ടിച്ചു. 1930 ഒക്ടോബർ 23. അതായത് നമ്മൾ വിശ്വസിച്ചിരുന്നതിലും 2 വർഷം കഴിഞ്ഞ്. പക്ഷേ ഈ പുതിയ തെളിവിന് തുടക്കം മുതലേ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഇത് ഒറിജിനലല്ല, ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി മാത്രമായിരുന്നു. പിന്നെ ഇത് എവിടെ നിന്ന് കിട്ടിയെന്നതിനും വ്യക്തമായ ഒരു ഉത്തരമില്ല. ഏറ്റവും സംശയാസ്പദമായ കാര്യം, ഇത്ര കൃത്യമായി 75ാം വാർഷികത്തിന്റെ തലേന്ന് തന്നെ ഇത് എങ്ങനെ പൊങ്ങിവന്നു എന്നതാണ്. പോരാത്തതിന് ഇത് കണ്ടെത്തിയെന്ന് പറഞ്ഞ ആൾക്ക് പോലും പിന്നീട് ഇതിന്റെ ആധികാരികതയിൽ സംശയമുണ്ടായി. ഓക്കെ, അപ്പം നമുക്ക് ഈ 2 തെളിവുകളും ഒന്ന് തുലാസിൽ വെച്ച് നോക്കാം. ഒരു വശത്ത് ഒരു മനുഷ്യന്റെ ജീവിതകാലം മുഴുവൻ നീണ്ട ഗവേഷണം, മറുവശത്ത് ഉറവിടം പോലും വ്യക്തമല്ലാത്ത ഒരൊറ്റ കടലാസ് കഷ്ണം. നോക്കൂ, 1928 പിന്താങ്ങുന്നത് പതിറ്റാണ്ടുകളുടെ ഗവേഷണമാണ്. അതും സിനിമയെടുത്ത ജെ.സി. ഡാനിയലിനോട് നേരിട്ട് സംസാരിച്ച് ഉറപ്പിച്ച വിവരങ്ങൾ. 30 വർഷത്തോളം എഴുതിയ ലേഖനങ്ങൾ അതിന് തെളിവാണ്. സർക്കാർ പോലും അംഗീകരിച്ച തീയതിയാണത്. ഇനി 1930 കാര്യമോ? ആകെയുള്ളത് ഒരൊറ്റ സിറോക്സ് കോപ്പി. അതിന്റെ ഒറിജിനൽ ആരും കണ്ടിട്ടില്ല. എവിടെ നിന്നാണ് വന്നതെന്നും അറിയില്ല. സംശയാസ്പദമായ ഒരു സമയത്ത് പൊങ്ങിവന്നു. നിങ്ങൾ തന്നെ പറ, ഇതിലേതിനാണ് കൂടുതൽ ബലം?
പക്ഷേ അവിശ്വസനീയം എന്ന് പറയട്ടെ, ഇത്രയും ദുർബലമായ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള പുതിയ കഥ അതിവേഗം പടർന്നുപിടിച്ചു. അതെങ്ങനെ സംഭവിച്ചു? ചരിത്രം എങ്ങനെയാണ് ഇങ്ങനെ തിരുത്തി എഴുതപ്പെടുന്നത്? ഇതിനു പിന്നിൽ വലിയൊരു പങ്ക് മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു. പുതിയ 1930 എന്ന കഥയ്ക്ക് കുറച്ചുകൂടി ഒരു നാടകീയതയുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് പലരും കാര്യമായിട്ടൊന്നും അന്വേഷിക്കാൻ പോയില്ല. ഈ പുതിയ കഥ അങ്ങ് ഏറ്റെടുത്തു. ഒരു വിവാദം കിട്ടിയാൽ പിന്നെ ആഘോഷിക്കാമല്ലോ. അങ്ങനെ പതിയെ പതിയെ ഈ പുതിയ തീയതി നമ്മുടെയൊക്കെ മനസ്സിലുറയ്ക്കാൻ തുടങ്ങി. ആദ്യം ഡോക്യുമെന്ററികളിൽ വന്നു, പിന്നെ പുസ്തകങ്ങളിൽ. ഒടുവിൽ സെല്ലുലോയിഡ് പോലെ ഒരുപാട് ആളുകൾ കണ്ട സിനിമയിൽ വരെ 1930 എന്ന തീയതി ഉപയോഗിച്ചു. ഇതിലേറ്റവും വലിയ ദുരന്തമെന്നാണെന്നറിയോ? ചെലങ്ങാട്ട് മരിച്ചതിനു ശേഷം അദ്ദേഹം എഴുതിയ പുസ്തകം പ്രിന്റ് ചെയ്തപ്പോ അതിലെ 1928 എന്ന തീയതിയെല്ലാം പ്രസാധകർ 1930 എന്നാക്കി മാറ്റി. അതെ, ഇതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ചെലങ്ങാട്ട് ഗോപാലകൃഷ്ണന്റെ ജീവിതത്തെ ആസ്പദമാക്കി എടുത്തൊരു സിനിമ. അദ്ദേഹം ഒരു ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് കണ്ടെത്തിയ ആ നിർണായകമായ തീയതിയെപ്പറ്റി ഒരക്ഷരം മിണ്ടിയില്ല. പകരം ആ സംശയാസ്പദമായ നോട്ടീസിലെ തീയതിയാണ് ഉപയോഗിച്ചത്. ഇത് വിചിത്രമെന്നല്ല, ശുദ്ധ അസംബന്ധമെന്നേ പറയാൻ പറ്റൂ. ചുരുക്കി പറഞ്ഞാൽ, ഒരു മനുഷ്യന്റെ ജീവിതകാലത്തെ അധ്വാനം മുഴുവൻ എവിടെ നിന്നോ വന്ന ആരും ഉറപ്പുവരുത്താത്ത ഒരൊറ്റ കടലാസിന്റെ നിഴലിൽ ഒന്നുമല്ലാതായിപ്പോയി. ചരിത്രം അങ്ങനെയങ്ങ് തിരുത്തപ്പെട്ടു. ശരി, ഇപ്പൊ ഞങ്ങൾക്ക് തോന്നുന്നുണ്ടാവും 1928 ആയാലെന്താ, 1930 ആയാലെന്താ, ഒരു 2 വർഷത്തെ വ്യത്യാസമല്ലേ ഉള്ളൂ എന്ന്. പക്ഷേ സംഗതി അത്ര നിസ്സാരമല്ല. ഇതിലും വലിയ ചില പ്രാധാന്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ചരിത്രമെന്നത് എത്ര എളുപ്പത്തിൽ മാറ്റിമറിക്കാവുന്ന ഒന്നാണെന്ന് ഈ സംഭവം നമ്മളെ കാണിച്ചു തരുന്നു. രണ്ടാമതായി, മാധ്യമങ്ങളിലോ സിനിമയിലോ കാണുന്നതെല്ലാം അതേപടി വിശ്വസിക്കരുത്. അതിന്റെ ഉറവിടം എപ്പോഴും നമ്മൾ പരിശോധിക്കണം. അവസാനം, ജെ.സി. ഡാനിയൽ എന്ന മനുഷ്യന്റെ ഓർമ്മ കൃത്യമായ ഗവേഷണത്തിനും ഒരു കിംവദന്തിക്കുമിടയിൽപ്പെട്ട് തുലാസിലാടുകയാണ്. അപ്പോ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. ആധികാരികതയില്ലാത്ത ഒരൊറ്റ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിക്ക് ഒരു ജീവിതകാലത്തെ ഗവേഷണത്തെ തന്നെ ഇല്ലാതാക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ ശരിയാണെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ ചരിത്രം യഥാർത്ഥത്തിൽ എത്രത്തോളം ഉറപ്പുള്ളതാണ്? ആലോചിച്ചു നോക്കൂ.